ഞാനൊരു വീഡിയോ കാണിച്ചു തരാം, നിങ്ങളതൊന്ന് നോക്ക്. കൊച്ചിയിൽ നടന്ന ആയിരക്കണക്കിന് സ്വതന്ത്ര ചിന്തകരുടെ പരിപാടിയിലേക്ക് തോക്കുമാറ്റി ആക്രമിയെ പിടികൂടിയിരിക്കുന്നു. ഉദയംപേരൂർ സ്വദേശിയാണ് പിടിച്ചത്. ആയിരക്കണക്കിന് സമൂഹത്തിന്റെ വിവിധ തലത്തിലുള്ള പ്രശസ്തർ പങ്കെടുക്കുന്ന എസൻസ് ആഗോള കൺവെൻഷൻ ആയിരുന്നു. കൂടുതൽ അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്തുവരികയാണ്. പോലീസ് ഹാൾ ഒഴിപ്പിച്ചു. വിദേശത്ത് നടക്കമെത്തിയ എല്ലാവരും സുരക്ഷിതരാണ്. എടുത്തു പറയേണ്ടത്, ഇസ്ലാമിക തീവ്രവാദികൾ വധഭീഷണി മുഴക്കി ഇന്ത്യയിൽ അഭയം തേടിയ തസ്ലീന നസ്രി പങ്കെടുക്കുന്ന പരിപാടിയാണിത് എന്നതാണ്. അവർക്ക് അന്താരാഷ്ട്ര പുരസ്കാരം സമ്മാനിക്കാനിരുന്നതാണ്. വേദിയിൽ തീവ്രവാദികളുടെ നോട്ടപ്പുള്ളികളായ എസൻസ് നേതാവ് ആർ രവിചന്ദ്രനും ശ്രീജിത്ത് പണിക്കരും തമ്മിൽ സംവാദം നടക്കുമ്പോഴാണ് ആക്രമി തോക്കുമായി എത്തുന്നത്. ആക്രമി ലക്ഷ്യം വെച്ചത് എസൻസ് നേതാക്കളെയാണോ അതോ തസ്ലീന നസ്രിനെയാണോ എന്ന് വ്യക്തമല്ല. പിടികൂടിയ ആളുടെ കൂടുതൽ വിവരങ്ങൾ അറിയില്ല. കൊച്ചിയിൽ നടന്ന ലിറ്റ്മസ് 25 എന്ന പ്രോഗ്രാമില് ഏതോ ഒരു തീവ്രവാദി തോക്കുമായി കയറി അവിടെയുള്ളവരൊക്കെ കൊല്ലാനുള്ള ഒരു ശ്രമമായിരുന്നു. പോലീസ് വന്നു, അത് പൊളിച്ചു. അല്ലേ? എത്ര വിദഗ്ധമായിട്ടാണ് മനുഷ്യന്റെ മനസ്സിലേക്ക് വർഗീയത കുത്തി നിറയ്ക്കുന്നത് എന്നുള്ളത് ഈ വാർത്തയിൽ നിന്ന് വളരെ വ്യക്തമാണ്. അവിടെ അയാൾ തോക്കുമായിട്ട് വന്ന ആള് വിദ്യാധരൻ കൊലക്കേസ് പ്രതികൾക്കെതിരെ സാക്ഷി പറഞ്ഞ ഉദയംപേരൂർ സ്വദേശിയായിട്ടുള്ള ഒരു അജേഷ് എന്ന് പറയുന്ന ആളാണ്. അയാൾക്ക് തോക്കിന് ലൈസൻസ് ഉണ്ട്. അയാൾക്ക് വധഭീഷണി ഉള്ളത് കൊണ്ട് തന്നെ തോക്ക് കൊണ്ടെടുക്കാനുള്ള ലൈസൻസ് ഉണ്ട്. അങ്ങനെയാണ് അയാൾ തോക്കുമായിട്ട് അവിടെ വരുന്നത്. പക്ഷെ വാർത്ത വായിക്കുന്ന ചേച്ചി വളരെ മനോഹരമായിട്ട് മനുഷ്യരെ ഇങ്ങനെ കബളിപ്പിക്കുകയാണ്. എന്താ അതിനകത്ത് പറയുന്നത്? എടുത്തു പറയേണ്ട കാര്യം, മുസ്ലിം തീവ്രവാദികൾ വധഭീഷണി മുഴക്കിയ തസ്ലീമ നസ്രീൻ അടക്കം പങ്കെടുക്കുന്ന പരിപാടി, ശ്രീജിത്ത് പണിക്കർ അടക്കം പങ്കെടുക്കുന്ന പരിപാടി, അവരെ കൊല്ലാൻ വേണ്ടിയാണോ വന്നതെന്നറിയില്ല. വളരെ നിസാരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ മനസ്സിലേക്ക് വർഗീയത കുത്തി നിറയ്ക്കാൻ കഴിയുന്ന വാർത്ത. നിങ്ങൾക്ക് ഒരു വേള നിങ്ങളും ചിന്തിച്ചിട്ടുണ്ടാകും, ഏതോ ഒരു തീവ്രവാദി ചിന്തിക്കുന്ന ഇങ്ങനെ, ഒരു മുസ്ലിം തീവ്രവാദി തോക്കുമായി കയറി വന്ന് അവിടെ കൊലപ്പെടുത്താൻ നോക്കിയത്. എന്നിട്ട് ഈ വാർത്ത വായിക്കുന്ന ചേച്ചി അവസാനം പറയാണ്, കയറി വന്ന ആളുടെ പേര് വ്യക്തമല്ല, ആരാണെന്ന് വ്യക്തമല്ല, ബാക്കിയൊക്കെ അവർക്ക് വ്യക്തമാണ്. അവിടെ തീവ്രവാദികൾ കൊല്ലാൻ ശ്രമിച്ച തസ്ലീമ നസ്രീനുണ്ട്, ഇതൊക്കെ അവർക്ക് വ്യക്തമായിട്ട് എല്ലാം അറിയാം. പക്ഷെ കയറി വന്ന ആളുടെ പേര് വ്യക്തമല്ല. അതുപോലെ തന്നെ അതിനുശേഷം ഈ കർമ്മ ന്യൂസിന്റെ വാർത്തയാണത്. ശേഷം കർമ്മ ന്യൂസിന്റെ ചാനലിൽ ഞാൻ കയറി നോക്കി, ഇതിനെക്കുറിച്ച് മറ്റൊരു വാർത്തയില്ല. കാരണം അവരുദ്ദേശിച്ച ഒരു വർഗീയ ചിന്താഗതി അല്ലെങ്കിൽ ഒരു മുസ്ലിം വിരുദ്ധത മനുഷ്യരുടെ മനസ്സിലേക്ക് കൊടുക്കുവാൻ അവർക്ക് സാധിച്ചിരിക്കുന്നു. ഇനി അതിനെ തിരുത്തി പറയേണ്ട കാര്യമില്ല എന്ന് അവർക്ക് വളരെ വ്യക്തമാണ്. ഇത്തരം ചാനലുകളെ നമ്മളുടെ ഫേസ്ബുക്കിൽ നിന്ന്, നമ്മുടെ സോഷ്യൽ മീഡിയ വാളുകളിൽ നിന്ന് നമ്മൾ ഒഴിവാക്കാത്തിടത്തോളം കാലം നമ്മൾ എന്നും വർഗീയതയ്ക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കും. ഓരോ ദിവസവും ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ, ഇത്തരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന വാർത്തകൾ ഇങ്ങനെ നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത്തരം വാർത്തകളെയും ചാനലുകളെയും നമ്മുടെ സോഷ്യൽ മീഡിയ വാളുകളിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുക. അതുവഴി നല്ലൊരു മനുഷ്യനായി ജീവിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും നന്ദി.